So ഇതാണ് ഫാസ്ട്രാക്കിന്റെ ലേറ്റസ്റ്റ് ഫാസ്ട്രാക്ക് FR1 Pro Smartwatchന്റെ ബോക്സ്. ഫാസ്ട്രാക്ക് എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നോൺ സ്മാർട്ട് വാച്ച് ഉണ്ടാക്കുന്ന ബ്രാൻഡ് ആയതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു പാക്കേജിങ്ങിൽ ഒരു സ്മാർട്ട് വാച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, പാക്കേജിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബേസിക്കലി ഒരു മെറ്റൽ ക്യാൻ ആണ്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഈ ഒരു മെറ്റൽ ക്യാൻ ഒരു മെറ്റൽ സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഈ ഒരു പോർഷൻ ഒരു പെൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ പെൻസിൽ സ്റ്റാൻഡ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ എനിവേ ബാക്ക് ടു അൺബോക്സിംഗ്. ഫസ്റ്റ് തന്നെ സ്മാർട്ട് വാച്ച് ആണ്, കൂടെ മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ ആൻഡ് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് റോൾ. 1.3 ഇഞ്ച് ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 360x360p ആണ് റെസൊല്യൂഷൻ. നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതായത് വാച്ച് ഫേസിലുള്ള ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മെനുവിൽ കാണിക്കുന്ന ടെക്സ്റ്റും നമ്പേഴ്സ് ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ടും കളേഴ്സ് ഒക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല കളർഫുൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ആ ഒരു ഡീപ് ബ്ലാക്സും സീറോ ബ്ലാക്സ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതെല്ലാം ഇവിടെയും വരുന്നുണ്ട്. മെയിൻ ഡിസ്പ്ലേക്കും ചുറ്റും ബെസൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസിൽ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇൻഡോർ എന്തായാലും പെർഫെക്റ്റ്ലി കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ഔട്ട്ഡോർ ആണെങ്കിലും വിസിബിലിറ്റി ഓക്കെ ആണ് ഫോർ ദ പ്രൈസ് റേഞ്ച്. പിന്നെ ഈ ഒരു വാച്ച് ഉണ്ടല്ലോ, ഇത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റേറ്റിംഗുമായാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കോൺ സ്ട്രാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബക്കൽ മെറ്റാലിക് ആണ്. നല്ല കംഫർട്ടബിൾ വാച്ച് ആണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഡിസ്കംഫർട്ട് ഒന്നും തോന്നിയില്ല. ഇത് ധരിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയതും. ഓക്കെ, സോ ഓവറോൾ ഈ വാച്ചിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതായത് ഭയങ്കര ഫ്ലാഷി ഡിസൈൻ അല്ല വരുന്നത്. അതായത് ഇങ്ങനെ കറക്കാൻ പറ്റുന്ന ഡയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നല്ലൊരു സിമ്പിൾ എലിഗന്റ് ഡിസൈനിലാണ് വരുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലേഡീസിന് ഈ ഒരു വാച്ച് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ നിങ്ങളൊരു ലേഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഇനി നിങ്ങളൊരു ലേഡിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, 7 കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു വാച്ച് ഉണ്ടല്ലോ, ഈ വാച്ച് സിംഗിൾ സിങ്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചില സ്മാർട്ട് വാച്ചുകൾ നമുക്ക് 2 തവണ കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ കൂടെ. അതായത് ഒരു കണക്ഷൻ ആയിരിക്കും ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടി, സെക്കൻഡ് കണക്ഷൻ ആയിരിക്കും ഈ ബ്ലൂടൂത്ത് കോളിങ്ങിന് വേണ്ടി. ഈ സ്മാർട്ട് വാച്ചിൽ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഒറ്റ കണക്ഷൻ മാത്രം മതി. ആ കണക്ഷനിലൂടെയാണ് നോട്ടിഫിക്കേഷൻസും ഫോൺ കോൾസ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിൽ വൈബ്രേഷൻ മോട്ടർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് വാച്ചിൽ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും ഫോൺ കോൾസ് വരുമ്പോഴും അത്യാവശ്യം നല്ലോണം വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഇതാണ് കോൾ ആനിമേഷൻ. നമുക്ക് വേണമെങ്കിൽ ഫോൺ കോൾ പിക്ക് ചെയ്യാം, കട്ട് ചെയ്യാം, ഈവൻ സൈലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ക്വിക്ക് റിപ്ലൈ അയക്കുകയും ചെയ്യാം. കോൾ പിക്ക് ചെയ്തതിന് ശേഷം വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു കോൾ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഒരു UI അടിപൊളിയാണ്. ഇതാണ് ഫോൺ ആപ്ലിക്കേഷൻ. മേളിൽ റീസെന്റ് കോൾസ് ഉണ്ട്. ഇതാണ് ഡയൽ പാഡ്. നല്ല റെസ്പോൺസീവ് ആണ്. ഈവൻ ഡയൽ ചെയ്യുമ്പോഴും ആ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതാണ് കോൺടാക്ട്സ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴി കോൺടാക്ട് സേവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ സ്വിച്ച് ഓഫ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ഇത് സ്വിച്ച് ഓഫ് ചെയ്താലും ഇൻകമിംഗ് കോളിന്റെ നോട്ടിഫിക്കേഷൻസ് എന്തായാലും കാണിക്കും. പക്ഷേ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല വാച്ചിലൂടെ. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഇത് എന്റെ വോയിസിന്റെ കോൾ റെക്കോർഡിംഗ് ആണ്. ഈ ഒരു വോയിസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫാസ്ട്രാക്കിന്റെ ഈ FR1 Pro വാച്ചിലൂടെയാണ്. ഓക്കെ, സോ എങ്ങനെയുണ്ട് കോൾ റെക്കോർഡിംഗ്? ചുറ്റുമുള്ള നോയ്സ് കണ്ടമാനം വരുന്നുണ്ടോ, അതോ നല്ല ക്ലാരിറ്റി ഉണ്ടോ? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. 300 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ഒക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ടേൺ ഓൺ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. ഒരു 3-3.5 ദിവസത്തിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് ഉപയോഗിച്ചാൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. സോ ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഹാപ്പിയാണ്. വലിയ കംപ്ലൈൻസ് ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഈ വാച്ചിന്റെ UI ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം. സോ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്വിക്ക് ടോഗിൾസ്. ഇതാണ് ബേസിക്കലി ടോർച്ചിന്റെ ഓപ്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഫോൺ കോളിന്റെ ഫീച്ചർ, ഞാൻ ഓൾറെഡി കാണിച്ചു. ഇവിടെയാണ് സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് ഫേസസ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. തീം എന്ന് പറയുമ്പോൾ ആ ഒരു മെനു സ്റ്റൈലാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് മെനു ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇതാ കണ്ടില്ലേ, ഇപ്പം ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് സ്റ്റൈലും ആക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇപ്പം ലിസ്റ്റ് ഫോർമാറ്റിലാണ് കാണിക്കുന്നത്. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ, സ്ക്രീൻ ടൈം, ഇവിടുന്ന് പവർ ഓഫ് ചെയ്യാൻ പറ്റും, റീസെറ്റ് ചെയ്യാം, QR കോഡ്. പിന്നെ ഇവിടെയാണ് സൗണ്ട് സെറ്റിംഗ്സ്. ഞാൻ പറഞ്ഞില്ലേ വൈബ്രേഷൻ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടുന്നാണ് വൈബ്രേഷൻ ഓഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മീഡിയ ഓഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഓഫ് ചെയ്യാൻ പറ്റും. കോൾ റിംഗ് ടോൺ ഓഫ് ചെയ്യാൻ പറ്റും, മെസ്സേജ് റിംഗ് ടോൺ, വേറെ ഏതെങ്കിലും സൗണ്ട് ആണെങ്കിൽ അതും ഇവിടെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ UIയിൽ. ഓട്ടോ സ്പോട്ട് റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയെങ്കിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്യും. സോ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടുന്ന് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഫീച്ചർ ആൻഡ് ലിഫ്റ്റ് ടു വ്യൂ.
നല്ലവണ്ണം വർക്ക് ആവുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റ് അല്ല, പക്ഷേ വർക്ക് ആവുന്നുണ്ട്. സൈലന്റ് മോഡിൽ ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ SOS ഉണ്ട്. SOS ഫീച്ചർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ക്വിക്ക് ഡയൽ ഫീച്ചറാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അവിടെ SOSന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് ഒറ്റ ക്ലിക്കിൽ ആ ഒരു നമ്പറിലേക്ക് ഫോൺ കോൾ പോകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്പർ എടുത്ത് ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ മതി. ഇവിടെ വീണ്ടും ബ്രൈറ്റ്നസ് കൺട്രോൾ ആണ്. മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡൊക്കെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പാനൽ. ഇവിടെ മിക്ക എല്ലാ ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെതർ ഫോർകാസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്ഡേറ്റും ടേൺ ഓൺ ചെയ്യാൻ പറ്റും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വെതർ ഫോർകാസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ടേൺ ഓഫും ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇതാണ് ഫാസ്ട്രാക്ക് പറയുന്നതനുസരിച്ച് അവരുടെ സ്പ്ലിറ്റ് സ്ക്രീൻ ഫീച്ചർ. ബേസിക്കലി ഒരു സൈഡ് പാനലാണ്. ഇവിടെ നമ്മൾ റീസെൻ്റ്ലി ഉപയോഗിച്ച ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ SOS ഇവിടെ തന്നെ കാണും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു SOS അത് ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഡയൽ ചെയ്യാൻ പറ്റും. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കിംഗ്. സോ സ്റ്റെപ്സും ഡിസ്റ്റൻസും പിന്നെ നമ്മുടെ കാലറി ബേൺ ഒക്കെ കാണിക്കുന്നുണ്ട്. ഒന്നോടെ സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ്. ഓക്കെ, നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. എന്നാലും മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റിൽ ഡീസെൻറ്റ് ആക്യുറേറ്റ് ആണ്. ഫോർ ദ പ്രൈസ് അത്യാവശ്യം ആക്യുറസി കിട്ടുന്നുണ്ട്. ഒന്നോടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ SpO2 അതും വർക്ക് ആവുന്നുണ്ട്. ബാക്ക് പോവാം. നെക്സ്റ്റ് ആണ് സ്ലീപ്പ് ട്രാക്കിംഗ്. താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഒന്നോടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വെതറാണ്. റൈറ്റ് പോയാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇതുപോലുള്ള സ്ക്രീൻസ് അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്, മൾട്ടി സ്പോർട്സ് ഉണ്ട്. ഫോണിൻ്റെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ വിഡ്ജറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി മെനുവിലുള്ള ഫീച്ചേഴ്സ് നോക്കാം. അതിനുവേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്യണം. ഫസ്റ്റ് തന്നെ മൈ ഫിറ്റ്നസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി ട്രാക്കിംഗ്. മൾട്ടി സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള സ്പോർട്സ് മോഡാണ്. ഒരുപാട് സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അതായത് ഔട്ട്ഡോർ റണ്ണിങ്, ഔട്ട്ഡോർ വാക്കിംഗ്, ഇൻഡോർ റണ്ണിങ്. ഇത് കൂടാതെ മോർ സ്പോർട്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡാൻസും കോമ്പാറ്റും ബോൾ സ്പോർട്സും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇവിടെ ബേസിക്കലി നമ്മുടെ സ്പോർട്സിൻ്റെ റെക്കോർഡാണ്. നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് അവിടെ കാണിക്കും. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ട ഫോണിൻ്റെ ഫീച്ചർ. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിരുന്നല്ലോ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ഇതാ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ്, SpO2, അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിംഗ്, മൂഡ് മോണിറ്ററിംഗ്, ഈവൻ ബ്രീതിങ് എക്സസൈസ്. ബ്രീതിങ് എക്സസൈസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ബ്രീതിങ് റേറ്റ് എന്നൊരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ സെയിം SOS, നോട്ടിഫിക്കേഷൻസ്, വെതർ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. മ്യൂസിക് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റോപ്പ് വാച്ചിൻ്റെ ഫീച്ചർ, അലാറം സെറ്റ് ചെയ്യാൻ പറ്റും, ടൈമർ വെക്കാം, ഫൈൻഡ് ഫോൺ, ഫ്ലാഷ് ലൈറ്റ്, വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഫീച്ചർ ഉണ്ട്. പിന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പാസ്കോഡ് സെക്യൂരിറ്റി, നമുക്ക് എന്തെങ്കിലും ഒരു പിന്നിട്ട് കൊടുക്കാം. 3, 4. പിന്ന് ചോദിക്കുന്നുണ്ട്. 2, 3. ഡൺ. ഓക്കെ, സോ വർക്ക് ആവുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ. ഫാസ്ട്രാക്ക് റിഫ്ലെക്സ് വേൾഡ് എന്നാണ് പേര്. ഓക്കെ, സോ ഇത് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ്, അതായത് ട്രാക്കിംഗ് പേജ്. ഇവിടെ നമ്മുടെ സ്റ്റെപ്സും സ്ലീപ്പ് കൗണ്ടും ഒക്കെ വരുന്നുണ്ട്. അതായത് സ്ലീപ്പ് മീറ്ററും അല്ലെങ്കിൽ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഡീറ്റെയിൽ കാണാൻ പറ്റും. നല്ല ഡീറ്റെയിൽ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സംഭവം, അതായത് ഗോൾസ്. നമ്മുടെ പോയിന്റ് എവിടെയാണ്. സോ കൊച്ചിയിൽ ആരൊക്കെ ഉണ്ട് അവരുമായിട്ട് നമുക്കത് എങ്ങനെ കമ്പീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. കൂൾ ഫീച്ചറാണ്. ഇവിടെയാണ് നമ്മുടെ വാച്ചിൻ്റെ വാച്ച് ഫേസ്. ഓക്കെ, സോ ഒരുപാട് വാച്ച് ഫേസ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സോ കാഷ്വൽ, അനലോഗ്, സ്പോർട്ടി, പ്രോഗ്രഷൻ, വൈബ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ സ്വന്തം ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടെ കസ്റ്റം വാച്ച് ഫേസ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സെറ്റിങ്സ് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ സെറ്റിങ്സ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. സോ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്സ്, സ്ലീപ്പ്, അതിൻ്റെ എന്തെങ്കിലും ഗോളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഹെൽത്ത് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ടേൺ ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ടേൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഫിറ്റുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. സെഡൻറ്ററി അലേർട്ട്, സ്ട്രെസ് ആൻഡ് മൂഡ് നമുക്ക് കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ചെയ്യാൻ പറ്റും. ഹൈഡ്രേഷൻ റിമൈൻഡർ, മൈ വാച്ച്, ഫൈൻഡ് യുവർ വാച്ച്. സോ വർക്കാവുന്നുണ്ട്. ഇവിടെയാണ് ഫേവറേറ്റ് കോൺടാക്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള കോൺടാക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മുടെ വാച്ചിൽ നിന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ SOS ഫീച്ചർ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ സേവ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് വെതർ. സോ ഞാൻ ട്രാക്കിംഗ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് കൺട്രോൾ അതും എനേബിൾഡ് ആണ്. സോ നമ്മളിവിടെ കണ്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ആ സെയിം ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയും ചേഞ്ച് ചെയ്യാൻ പറ്റും.
സോ ഈ ഒരു സ്മാർട്ട് വാച്ച് ആർക്ക് വേണ്ടിയാണ്? ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ഫ്ലാഷി അല്ല. സോ നിങ്ങൾക്ക് നല്ല സിമ്പിൾ എലിഗൻറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് സ്മാർട്ട് വാച്ച് വേണം, AMOLED ഡിസ്പ്ലേ വേണം, സ്പെഷ്യലി നല്ല UI, അത് സ്മൂത്ത്നെസ് വേണമെങ്കിൽ, അത് വാച്ചിൻ്റെ UI ആണെങ്കിലും സ്മാർട്ട് ഫോണിലുള്ള ആപ്ലിക്കേഷൻ്റെ UI ആണെങ്കിലും ഇവ തമ്മിലുള്ള സിങ്ക് ഉണ്ടല്ലോ, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ, അതൊക്കെ വളരെ സ്മൂത്ത്ലി ആണ് വർക്കാവുന്നത്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, അതായത് നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും ഫോൺ കോൾ ആണെങ്കിലും പെട്ടെന്നാണ് വരുന്നത്. ലാഗ്, ഗ്ലിച്ച്, ബഗ് ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. സോ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് UI പെർഫോമൻസ് വേണം, AMOLED ഡിസ്പ്ലേ വേണം, ഒരു സിമ്പിൾ എലിഗൻറ്റ് ഡിസൈനൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ ഈ Fastrack FR1 Pro വാച്ചിൻ്റെ പ്രൈസ് ആണ് 2995 രൂപ. ഓക്കെ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.